ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. അപ്പൊ നമ്മുടെ ഹൗസിലെ ഒരു കുഞ്ഞ് അപ്ഡേറ്റുമായിട്ട് വന്നതാണ്. ഒന്നുമില്ല, ഹൗസിലെ ഒരു കുഞ്ഞ് അടി തുടങ്ങി. അടിയുടെ റീസൺ എന്താന്ന് പറയാം. ഒന്നുമില്ല, ജാൻമണിക്ക് സിഗരറ്റ് വലിക്കണമായിരുന്നു. സിഗരറ്റ് വലിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് റിക്വസ്റ്റ് ചെയ്തപ്പോൾ ബിഗ് ബോസ് സിഗരറ്റ് കൊടുത്തു. പക്ഷെ ലൈറ്റർ കൊടുത്തിട്ടില്ല. ലൈറ്റർ കൊടുക്കാത്ത സ്ഥിതിക്ക് എങ്ങനെ സിഗരറ്റ് വലിക്കും? അപ്പൊ ജാൻമണി ഇന്ന് അവരവിടെ ചായ ഉണ്ടാക്കുന്ന സമയത്ത് ഗ്യാസ് നിന്ന് സിഗരറ്റ് കത്തിച്ച് പുറത്തേക്ക് പോയപ്പോ ഇവരെല്ലാവരും അവിടെ നിൽക്കുന്നുണ്ട്. അപ്പൊ ഇന്നലെ അതിൽ നിന്ന് കത്തിക്കരുത് എന്ന് സിജോ ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജാൻമണിയോട്. പക്ഷെ ഇന്നലെയും കത്തിച്ചിരിക്കുന്നു. അപ്പൊ ഇന്ന് കത്തിച്ചിട്ട് പുറത്ത് പോയി. അതിൽ നമ്മുടെ റോക്കി രതീഷ് ഇല്ലേ, നമ്മളെ ഉണ്ടാ സോങ്, രതീഷിനോട് പറഞ്ഞു, പിന്നെ ഗ്യാസ് ഇങ്ങനെ സിഗരറ്റ് കത്തിക്കുന്നത് ശരിയാണോ ചോദിച്ചു. അതിൽ രതീഷ് അങ്ങോട്ട് പൊട്ടിയില്ലേ, അയ്യോ എന്തൊരു ബഹളൊക്കെ വെച്ച് പുറത്തേക്ക് പോയി, നിങ്ങൾ ചെയ്തത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സൗണ്ടിൽ കുറച്ച് അലറി, എന്താ പറയാ, ജാൻമണിയോട് ഷൗട്ട് ചെയ്തു. അപ്പൊ ജാൻമണി തിരിച്ചും പറഞ്ഞു അവിടെ സിഗരറ്റ് അവിടുന്ന് കത്തിക്കുന്നത് ശരിയല്ല എന്ന് എല്ലാവരും അതിനോട് യോജിച്ചു. അതിൽ ഇവര് തമ്മിലുള്ള ഫൈറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം നടന്നപ്പോ ജാൻമണി ഒന്ന് നമ്മൾ മറ്റേതിൽ പറയുകയാണെങ്കിൽ ആട്ടി നാട്ടിലെ അങ്ങനെ ചെയ്തു. അതിൽ രതീഷ് തിരിച്ചു പാന്ന് തിരിച്ചു അങ്ങോട്ടും പറഞ്ഞു കേട്ടോ ആട്ടി. അത് അപ്പൊ സിജോ പറഞ്ഞു, നിങ്ങളും ഇത് ചെയ്തത് ശരിയായില്ല, നിങ്ങൾ എന്തിനാ തിരിച്ചു അങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ചു. അത് തിരിച്ചു ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ എന്നുള്ള അർത്ഥത്തിൽ ചോദിച്ചു സിജോ. ഇത് കഴിഞ്ഞിട്ട് അവർ ഉള്ളിൽ പോയി. പക്ഷെ അപ്പൊ അൻസീബ കാര്യമായിട്ടൊരു കാര്യം പറഞ്ഞു കേട്ടോ. അതെനിക്ക് ഭയങ്കര കറക്റ്റായി തോന്നി. അൻസീബ അപ്പൊ രതീഷിനോട് ചോദിക്കണേന്നു, എന്തിനാ രതീഷേട്ടാ ഇതിങ്ങനെ ഒച്ചയും ബഹളോട്ട് ചോദിക്കണേ, സമാധാനത്തോടെ ചോദിച്ചാ പറഞ്ഞാ പോരെ എന്ന് ചോദിച്ചു. സത്യനോ, എനിക്ക് തോന്നുന്നു സെക്കൻഡ് ഡേന് ഒരു ആവശ്യമില്ലാത്തൊരു ഒച്ചടലായിരുന്നു. പക്ഷെ ഒച്ചയും ബഹളം വെക്കൽ കാര്യമായിട്ട് കാര്യം പറഞ്ഞാൽ ഇവിടുന്ന് ചെയ്തത് ശരിയല്ല എന്ന് പറഞ്ഞാൽ ഓക്കെ ആയിരുന്നു എന്ന് എനിക്കും തോന്നി. അപ്പം എല്ലാം ഇങ്ങനെ ഇത്രയും ബഹളം വെച്ചൊരു സീൻ ഉണ്ടാക്കി. മനഃപൂർവ്വം ഗെയിം ആയിരിക്കും, അവരൊക്കെ ഗെയിം തുടങ്ങി, അതാണ് ഇതിന്റെ സത്യം. അപ്പോ സിജോ ഒന്ന് ബിഗ് ബോസിനോട് പറയണ്ടായിരുന്നു കേട്ടോ, ഞാൻ ഗെയിം സ്റ്റാർട്ട് ചെയ്തു എന്നൊക്കെ. അതുപോലെ ജാസ്മിൻ ഗെയിം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഉള്ളിൽ കയറി രതീഷ് ഇതിനെ കുറിച്ച് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജാസ്മിന്റെ വക പറഞ്ഞു, രതീഷ് പറഞ്ഞു, ഞാൻ ഈ പാപ്പാന്ന് ആട്ടിയത് മനഃപൂർവ്വം അല്ല, അവർ പറഞ്ഞതിനെ കളിയാക്കിയതാ, ഇമിറ്റേറ്റ് ചെയ്തതാണ്, ഇത് വളച്ചൊടിക്കാൻ നോക്കുകയാണ് സിജോ എന്ന് രതീഷ് പറഞ്ഞു. അപ്പൊ ജാസ്മിൻ പറഞ്ഞു, അതെനിക്ക് മനസ്സിലായി ചേട്ടൻ പറഞ്ഞാൽ കറക്റ്റ്, ചേട്ടൻ അത് കളിയാക്കിയതാണെന്ന് എനിക്ക് മനസ്സിലായി, ഇമിറ്റേറ്റ് ചെയ്താണെന്ന് മനസ്സിലായി, അല്ലാണ്ട് തിരിച്ച് ആട്ടിയതല്ല എന്ന് മനസ്സിലായത്. അപ്പൊ ഇവര് പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാൽ സിജോ ഇതൊക്കെ വളച്ചൊടിക്കുകയാണ് എന്നുള്ളതാ. പിന്നെ ഒരു ഡിസ്കഷൻ ജാസ്മിനും രതീഷും തമ്മിൽ എന്താന്ന് വെച്ചാൽ സിജോ എല്ലാ കാര്യങ്ങളും വളച്ചൊടിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. ജാൻമണി ആണെങ്കിൽ അവിടെ സൈഡിലിരുന്ന് നല്ല കരച്ചിലായിരുന്നു അതിന്റെ ഇടയ്ക്ക്. അപ്പൊ എല്ലാവരും കൂടി ആശ്വസിപ്പിക്കുന്നുണ്ട്. പക്ഷെ പലവരുടെയും അഭിപ്രായം, അതുപോലെ ഗബ്രിയൽ എന്ന് പറഞ്ഞാൽ അവരുടെ ആ പയ്യന്റെയൊക്കെ അഭിപ്രായം ഇത് തന്നെയാണ്. ഒച്ചയും ഇത് ചെയ്തത് തെറ്റാണ്, പക്ഷെ ഇങ്ങനെ ഒച്ചയിട്ടിട്ട് പറയണതിന് പകരം നല്ല രീതിയിൽ പറഞ്ഞാൽ മതിയായിരുന്നു എന്ന്. അപ്പൊ രതീഷ് പറയണു, ഇന്നലെ സിജോ പറഞ്ഞു എന്ന് പറയുന്നു, എന്നിട്ട് പിന്നെ റിപ്പീറ്റ് ചെയ്തില്ലേ, അതുകൊണ്ടാണ് ഞാൻ അപ്പൊ പിന്നെ ഇനി അവർ റിപ്പീറ്റ് ചെയ്യില്ല എന്നൊക്കെ പറയുന്നത്. എന്തായാലും പക്ഷെ ജാസ്മിൻ കട്ട സപ്പോർട്ടായിട്ട് രതീഷിന്റെ കൂടെ സംസാരിച്ചു. സിജോനെ പറ്റിയിട്ട് ഇവര് മൂന്നാളും കൂടി, പിന്നെ രതീഷും ജാസ്മിനും ഗബ്രിയലും കൂടി സംസാരിക്കുന്നുണ്ട്. എന്താണെന്നറിയോ, സിജോ കുറച്ച് വളച്ചൊടിക്കുന്നുണ്ട്, അങ്ങനെ ഇങ്ങനെയൊക്കെ കുറച്ച് വലിയ ആളായി നല്ലവനായിട്ട് കളിക്കുന്നുണ്ട് എന്നൊക്കെ ഇവര് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സിജോക്ക് എതിരെയാണ് ഇപ്പൊ അവരവിടെ സംസാരം. പക്ഷെ സിജോ നല്ലൊരു ഗെയിമറായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കാരണം സിജോ എനിക്ക് തോന്നുന്നു പിന്നെ സോഷ്യൽ മീഡിയയിൽ എല്ലാത്തിനും എതിരെയും എന്താ പറയാ റെസ്പോണ്ട് ചെയ്യുന്ന ഒരാളാണ് സിജോ. നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യുന്ന ആളാണ്. ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് വീഡിയോസ്. അതിലൊന്ന് ഞാൻ പറയാം, ജാസ്മിന്റെ ഒരു ക്രീമിന്റെ സബ്ജക്ട് ഉണ്ടായിരുന്നു. അതുപോലെ ജാസ്മിനും അസ്ലാമാരിയും തമ്മിലുള്ള ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇതിനൊക്കെ എതിരെ ജാസ്മിനെതിരെ സംസാരിച്ച ആളാണ് സിജോ. അപ്പൊ ജാസ്മിന് 100% ഉള്ളിന്റെ ഉള്ളിൽ എത്ര ഇല്ല പറഞ്ഞാലും ഉണ്ടാവും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ രതീഷിന്റെ കൂടി ജാസ്മിൻ ഇങ്ങനെയൊക്കെ സംസാരിച്ചു. ഇതാണിപ്പോ അവിടെ നടന്ന പ്രശ്നം. പിന്നെ മറ്റേ ജാൻമണി സങ്കടപ്പെട്ട് കരഞ്ഞൊരു ഭാഗത്ത് ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഇപ്പം ശരിയാക്കിയിട്ടുണ്ട് എല്ലാവരും കൂടി. ഈ ഒരു ലൈറ്റ് ഗ്യാസിൽ കത്തിച്ചതാണ് ഇപ്പൊ അവിടെ നടന്ന പ്രശ്നം. അതിന് രതീഷ് ഒരു 1.5 പ്രതികരണം പ്രതികരിച്ചു, അതും സെക്കൻഡ് ഡേ തന്നെ. എന്തായാലും നോക്കാം, ഇവരൊക്കെ ഈ സെക്കൻഡ് ഡേ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോഴേക്കും എന്താവും അവസ്ഥ ഒന്നും അറിയില്ല. ഇങ്ങനെ ഒരു പ്രശ്നം അവിടെ നടന്നു. ഇപ്പൊ അവര് ഫുഡൊക്കെ കഴിക്കാണ്. ഇനി അത് കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു പ്രശ്നങ്ങൾ ഉണ്ടാക്കണമുണ്ട്, ഇനി കുറച്ച് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അവര് തോന്നുന്നു. എന്തായാലും നമുക്ക് കാണാം. ഞാൻ നല്ല എന്തെങ്കിലുമൊക്കെ പ്രത്യേകതകളൊക്കെ ഉണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം. അതുവരെ ബൈ.